നമ്മൾ കുഞ്ഞിൻ്റെ ടോയ് കാറാണേ. ചാർജിലിട്ടതായിരുന്നു കേട്ടോ. ചാർജിലിട്ടത് ഇപ്പോൾ ഞാൻ വൈകിട്ട് ലൈവ് പോയിട്ടുണ്ടായിരുന്നു 5:45 അപ്പോഴല്ലേ കേട്ട് 5:45 ആകുമ്പോഴാട്ടോ ചാർജിലിട്ടത്. ഇത് വർക്കാവാത്തതുകൊണ്ട്, ചാർജ് കുറവായതുകൊണ്ട്. സാരമില്ല. ഇപ്പോൾ സമയം 6:18. ചാർജൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എന്തോ ഭയങ്കര സൗണ്ട് കേട്ടു. ഞാൻ അടുക്കളയിൽ കുഞ്ഞ് ഹാളിൽ, ഈ റൂമിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇക്ക ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടത്. അതാണെങ്കിൽ സിസ്റ്റം ഇരിക്കുന്നു, ഓഫീസിൻ്റെ സിസ്റ്റം ഇരിപ്പുണ്ട്, ഇക്കാൻ്റെ പേഴ്സണൽ സിസ്റ്റം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം, കീബോർഡ് എല്ലാം ഇവിടെ ഇരിക്കുന്നു. ഇതങ്ങ് കത്തി പൊട്ടിത്തെറിച്ചു. കുഞ്ഞ് കരയുമായിരുന്നു. ഇത് കണ്ടോ ആയത്? കണ്ടോ? എന്തോ പറ. ചാർജ് കൂടിയതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയമല്ലേ ആയുള്ളൂ ചാർജിലിട്ടിട്ട്. അതൊന്നുമല്ല പൊന്നെ, വേറെന്തോ ആയതാട്ടോ. മൊത്തം കത്തി എന്തോ പറയും. ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഇടണമെങ്കിൽ ഇത് ഊരിയിടട്ടെ. ഈ ചാർജർ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും നിൽക്ക. ഇതൊക്കെ എന്തൊക്കെയോ തെറിച്ചു പോയിട്ടുണ്ട് നിങ്ങളുടെ ഈ സാധനം. ഈ സാധനമൊക്കെ എവിടെയാണ്? എന്തുവാ ഹബ്ബില്ലേ, ഹബ്ബ് ബാക്കോട്ട് തെറിച്ചു പോയത്. ഇത് പൊട്ടിയേക്കുമല്ലോ. ഇവിടെ മൊത്തം കരിയാണ് കണ്ടോ. ഈ കരിയൊക്കെ അതിനകത്തുനിന്ന് വന്നതാണ്. ഈ സിസ്റ്റത്തിൻ്റെ മുകളിലൊക്കെ കാണുന്നില്ലേ? ക്ലീൻ ചെയ്യാനിട്ടാ ഈ സിസ്റ്റമൊക്കെ ഇരിക്കുന്നിടത്ത്. ഇത് അതിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതേക്കാ. അയ്യോ എന്തോ ഭാഗ്യം. കണ്ടോ, ബാറ്ററിയുടെ കവറിങ് ഉണ്ടാവത്തില്ലേ, കണ്ടോ? വണ്ടിയുടെ ബാറ്ററി ആട്ടോ പൊട്ടിത്തെറിച്ചത്. എനിക്ക് മൊത്തം റൂം മൊത്തം ഞാൻ ഈ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും പൊട്ടുമോ എനിക്ക്? കണ്ടോ, കരിമരുന്നും പൊട്ടിയതുപോലത്തെ മണം. ഈ സിസ്റ്റത്തിൻ്റെ ഇതുമ്മലൊക്കെ കണ്ടോ, ബാറ്ററിയുടെ വേസ്റ്റ് ആട്ടോ. എനിക്ക് മുകളിൽ ഇതെത്തത്തില്ല കുറ്റി. നിങ്ങൾ വന്ന് തുറക്ക്. എൻ്റെ പൊന്നേ, ഇതാ മുഴുവൻ സാധനം ഇതാ ഇവിടെ കണ്ടോ. ഇതങ്ങ് തെറിച്ചിരിക്കുക. ഇവിടെ ആരും ഇല്ലാഞ്ഞത് കാര്യമായിപ്പോയി. ഇക്ക എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. അതിൻ്റെ തൊട്ടപ്പുറത്തായി കുത്തി വെച്ചേക്കുന്നു. എന്തൊക്കെ കരിയുണ്ട് അതിനകത്ത്. ചാർജറിൻ്റെ തുമ്പൊക്കെ ആയതുകൊണ്ട് കരിഞ്ഞ് പുരിഞ്ഞ് കത്തിയതൊന്നുമില്ല കേട്ടോ. ചാർജറൊന്നും കത്തിയില്ല ഭാഗ്യത്തിന്. പിന്നെ ഞാൻ വേഗം ഓടി വന്ന് അവിടെ മെയിൻ സ്വിച്ച് അവിടെയായിരുന്നു, ഇവിടെ എത്തണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓഫാക്കി. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തതാണ് കണക്ഷനെ. ഇതെന്നാണ് നമ്മൾ ചാർജ് ചെയ്തത്. ഓക്കെ, വണ്ടി ആയത് കണ്ടോ, വണ്ടി കത്തി. ഇവിടെ കുരുകിപ്പോയി കണ്ടോ, ഇവിടെ കുരുകി. അയ്യോ, ഇത് എത്ര രൂപ നമ്മൾ കൊടുത്ത് മേടിച്ച കാറേക്കാ? 800 900 അങ്ങാണ്ട്. കാറല്ല, ജീപ്പ് ഒക്കെ ആയത്. പൊന്നു, കാറ് മേടിക്കുന്നതല്ല പൊന്നെ. ഇത് കയ്യിലിരുന്ന് പൊട്ടിയിരുന്നെങ്കിൽ എന്തോ ആയേനെ. അയ്യോ, എന്തോ ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ആറ്റ് നോറ്റ് ഒറ്റ കുഞ്ഞേ ഉള്ളൂ. ഇനി ഇത് മൊത്തം ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കുന്നതല്ലല്ലോ പ്രശ്നം. കത്തിയിട്ട് എന്തെങ്കിലും തീ പിടിച്ചിരുന്നെങ്കിലോ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തോ പറ്റി. ഇവിടെ ആരും ഇല്ലാത്ത ഭാഗ്യം. അയ്യോ, എന്തോ ആയാലും ഇങ്ങനെ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് മേടിക്കാം കേട്ടോ. ഇനിയും മേടിക്കുന്നത് ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ലെന്നെന്തോ ഉറപ്പ്. ഇനി ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സാധനം ഒന്നും വാങ്ങണ്ട. അല്ലാതെ സാധനം കൊണ്ട് കളിച്ചാൽ മതി കേട്ടോ. അങ്ങനെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കും. അവൾ പേടിച്ച് കരയാൻ പോവുമായിരുന്നേ. പേടിച്ച് പോയ കുഞ്ഞ് തീ കത്തുന്നത് കണ്ടല്ലേ. അവൾ ഹാളിൽ ഇരുന്നിട്ട് കണ്ടു കേട്ടോ. അവൾ ഹാളിൽ കളിച്ചോണ്ടിരിക്കുമായിരുന്നു. ഞാനും ഇക്ക അടുക്കളയിലുമായിരുന്നു. ഞങ്ങൾ കണ്ടില്ല, സൗണ്ടേ കേട്ടോളൂ. പേടിച്ചു പോയേ ഇല്ലേ? ഇല്ല, കാരണം കണ്ണീര് വന്നതേ ഉള്ളൂ. പേടിച്ചൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ എന്തോ തോന്നുക. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സാധനം ചെയ്യുന്നതാണ് അതൊക്കെ. കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ,
കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതെന്തായിരിക്കും കൈ കറുപ്പ്? കാർബണോ? ഇത്ര കരിയായി ഇത് മൊത്തം. ഈ മേശ ഇതും വയറും എല്ലാ സകലമാന വയറുകളും ഇക്കാൻ്റെ എല്ലാ കുന്ത്രാണ്ടമുള്ളൊരു സ്ഥലമാണ് ഇത്. ഒന്നും കത്താഞ്ഞതും പൊട്ടിത്തെറിക്കാഞ്ഞതും എന്തോ ഭാഗ്യം. അല്ലെങ്കിൽ ഈ റൂം മൊത്തം കത്തിയേനെ. പോരാത്തതിന് തീ പിടിക്കാൻ എളുപ്പത്തിനൊരു സോഫ, ആ സോഫയിലോട്ട് തെറിച്ച് വീണെങ്കിലും കത്തിയേനല്ലേ. അയ്യോ എന്തോ ഭാഗ്യം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഇത് മൊത്തം തികഞ്ഞു. ബാക്കും എങ്ങാനും ഇട്ട് പിടിക്കാം നമുക്ക്. കീബോർഡിലൊക്കെ പൊടിയാ. അത് എവിടെയൊക്കെ ഇതിലെല്ലാം പൊടിയാ. ഇവിടെ ബാറ്ററിയുടെ വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. അതാ ഞാൻ പറയുന്നത്, അത്രയും തെറിച്ചു പോയിട്ടും അങ്ങ് ആ മൂല വരെ തെറിച്ചു, ഇങ്ങേ മൂല വരെയും തെറിച്ചു, തറയിലൊക്കെ കിടക്കുക. കത്തി പിടിക്കാഞ്ഞത്, വേറെ എവിടെയും തീ പിടിക്കാഞ്ഞ എന്തോ ഭാഗ്യത്തിനാണെന്ന് വിചാരിച്ചു. ആ എന്തോ ഭാഗ്യം, ആരുടെയോ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. ആളും ഉണ്ടായില്ല, വാളും ഉണ്ടായില്ല, കത്തി പിടിച്ചതും ഇല്ല. അതുകൊണ്ട് തീർന്നു. അതെ, 11 കത്തിയത്. വാക്വം ക്ലീനറൊക്കെ ഇറക്കി ക്ലീൻ ചെയ്യണേ.